നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. ദീർഘകാലം സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ മേധാവിയായിട്ടിരുന്ന റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനായ ശ്രീ ബിജു പ്രഭാകരനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. താങ്കൾ ദീർഘകാലം ഇവിടെ പ്രവർത്തിച്ച വിവിധ മേഖലകളിലെ വകുപ്പ് മേധാവിയായിട്ടിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ കരുണാകരൻ മന്ത്രിസഭയിലെ അംഗമായിരുന്ന തച്ചടി പ്രഭാകരന്റെ മകനുമാണ്. ഒരു മന്ത്രിപുത്രനായ താങ്കൾ എങ്ങനെയാണ് ഈ IAS വരണമെന്ന് ആഗ്രഹിച്ചത്, അവിടെ എത്തിയത്? കാരണം പലരും രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരാനുള്ള താല്പര്യമാണ് കാണിക്കാറുള്ളത്. ഈ മന്ത്രിപുത്രൻ എന്നുള്ള വാക്കാണ് പ്രശ്നം. ഞാൻ കണ്ടിട്ടുള്ള പല മന്ത്രിപുത്രന്മാരെ പറ്റിയും ആർക്കും അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല. ഞാൻ 1-2 സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിലും മറ്റും പഠിക്കുന്നുണ്ട്. അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ, പ്രത്യേകിച്ച് പ്രസംഗിക്കുന്നവരെ ആരായാലും, അൽഫോൺസ് കണ്ണന്താനം സാറ്, ആനന്ദബോസ് സാറ്, നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ്, ഇവരുടെയൊക്കെ പ്രസംഗത്തിനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് വരും. കാരണം വെച്ചാൽ അത് അവർ പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്നും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുമായിട്ട്. അപ്പം പ്രസംഗം ആരുണ്ടെങ്കിലും ഞാൻ സാധാരണഗതി നല്ലപോലെ പ്രസംഗിക്കുന്നവരുടെ അടുത്ത് പോയി കേൾക്കും. അങ്ങനെ ഞാൻ അപ്പം അത് അച്ഛൻ 7ാം ക്ലാസ്സിലാണ്. അപ്പം അച്ഛൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പം 2 പേര് ഇദ്ദേഹത്തെ പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറയുന്നു, കമന്റ് പറയുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ജീവിതത്തിൽ വിഷമിച്ചതാണ്. എൻ്റെ അച്ഛനെ പറ്റി അങ്ങനെ പറയുന്നു. അതിനുശേഷം പിന്നെ ഞാൻ കാണുന്നത് പല മന്ത്രിമാരെ പറ്റിയും മന്ത്രിമാരുടെ മക്കളെ പറ്റിയും മോശമായിട്ടുള്ളൊരു ഇമ്പ്രഷനാണ് ജനങ്ങൾക്കുള്ളത്. അപ്പൊ അത് തന്നെയല്ല, ഞാൻ അങ്ങനെ എനിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞൊന്നുമില്ല. കോൺഗ്രസ് പാർട്ടിയെ പണ്ടുതൊട്ട് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഒരു ഗാന്ധിജി അങ്ങനെയുള്ള നേതാക്കന്മാരുടെയൊക്കെ പല കാര്യങ്ങളിലും ആകൃഷ്ടരായതുകൊണ്ടും. പക്ഷെ ശരിക്കും ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കൊന്ന് മനോരമയില്ല 1975 ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിനകത്ത് 1968 പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം അജിതയും ഫിലിപ്പും പ്രസാദും ഒക്കെ നടത്തിയിട്ടുള്ള അതിലൊരു ജന്മിയുടെ തല വെട്ടിയ ഫോട്ടോ തൻ്റെ സപ്ലിമെന്റിലോ എങ്ങനെയോ വന്ന് എനിക്കിപ്പോഴും നല്ല ഫോട്ടോ നല്ല ഓർമ്മയുണ്ട്. ഒരു കബന്ധം ഒരു തൂണിൽ കെട്ടിയിരിക്കുന്നത് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ തല കെട്ടി വെച്ചത് അതെന്ന് തോന്നുന്നു. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നക്സൽബാരി പ്രസ്ഥാനത്തെ പറ്റി ഞാൻ പലയിടത്തും അന്വേഷിച്ചു. അപ്പം പറഞ്ഞു ഇങ്ങനെ തിന്മകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അഹിംസയൊന്നുമല്ല, ഹിംസ തന്നെയാണ് അവരുടെ മാർഗം, സായുധ വിപ്ലവമാണ് മാർഗം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ചെറുപ്രായത്തിൽ വളരെയധികം ആകർഷണമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പിന്നീട് വിവരമൊക്കെ വെച്ചപ്പോൾ ഇതല്ല നമ്മുടെ മാർഗം എന്നുള്ളത് പിന്നീട് തോന്നിയെങ്കിലും പിന്നെ രണ്ടാമത് 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മന്നം മെമ്മോറിയൽ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഒരു ചന്ദ്രശേഖരൻ നായർ സാർ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി ഭാഷയുണ്ട്. അപ്പം അദ്ദേഹം ഈ ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതിനേക്കാളുപരി ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളെക്കുറിച്ച് അന്ന് കേരള ശബ്ദത്തിലൊക്കെ വലിയ ആർട്ടിക്കിൾ വരും. ഞങ്ങളെയൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത് കുറച്ച് പേരെ മാത്രം. അങ്ങനെ ഞാൻ പിന്നെ ദൈവവിശ്വാസി അല്ലാതായി. 9ാം ക്ലാസ് തൊട്ട് ഏതാണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ 3rd സെമസ്റ്റർ വരെ എൻ്റെ കാലൊടിയുന്നിടം വരെ 5.5 കൊല്ലത്തോളം ദൈവം എന്ന് പറയുന്നത് പുച്ഛം, അമ്പലത്തിൽ പോകത്തില്ല. എന്നാൽ പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഒന്നുകൂടെ എൻ്റെ SSLCക്ക് വർദ്ധിപ്പിച്ചു. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിനൊന്നും വിശ്വസിച്ച് മാർക്ക് കിട്ടുന്നുണ്ട്. എൻട്രൻസ് എഴുതിയിട്ടാണ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് കയറിയത്. പ്രീ ഡിഗ്രി കുറച്ച് ഉഴപ്പിയതുകൊണ്ട് നല്ല ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. SSLCക്ക് 490, അന്ന് 550 560 മാർക്കുള്ളപ്പം തന്നെ 490 മാർക്കുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. പഠിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ യുക്തിവാദം കുറച്ചുകൂടെ. പിന്നെ കാലൊടിഞ്ഞ് 8 മാസത്തോളം മൊബിലിറ്റി ഒന്നും ഇല്ലാതെ കിടന്നപ്പോഴാണ് അത് ശരിയല്ല, ഒരു ദൈവത്തെ വിളിക്കണം എന്നൊക്കെ തോന്നി വന്നത്. കാലൊടിഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ദൈവവിശ്വാസം പെട്ടെന്ന് അങ്ങനെയല്ല. അതിന്റെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി ചരിത്രത്തിലേക്ക് പോകും. അത് 8 മാസമൊന്നും കിടക്കേണ്ട കാര്യമില്ല. 6 ആഴ്ച കൊണ്ട് കാല് ശരിയാകേണ്ടതാണ്. അത് വെച്ചുകൊണ്ട് കാർ ഓടിക്കാൻ പോയി. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് തന്നെയല്ല, അതിനകത്തൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് വളരെയധികം പെയിൻ വന്നു. 3 ദിവസത്തോളം ഉറങ്ങിയില്ല. പിന്നെ പെയിൻ കില്ലേഴ്സും ഒക്കെ വെച്ചിട്ട് പോലും എഫക്റ്റീവ് ഇല്ല. അങ്ങനെ ഒത്തിരി കാര്യം. അതിനൊക്കെ ഏറ്റവും ഉപരി ഞാൻ ഈ അഹങ്കാരമൊക്കെ കാണിച്ച് ബൈക്കിലും ഒക്കെ ഇടുന്നുണ്ട്, വേലത്തിരക്കിലൊക്കെ കാണിച്ചിട്ട് കാലൊടിഞ്ഞ് തിരിച്ച് ഞാൻ ഏറ്റവും കുറഞ്ഞത് ഉമ്മൻചാണ്ടി സാറ് ആ കാലൊടിഞ്ഞതിന് ശേഷം നടക്കുന്ന പോലെ നടന്നാൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും നല്ല. കാരണം വെച്ചാൽ
ആളുകളെല്ലാം എന്നെ കാണുന്നുണ്ട്, പിന്നെ എന്തോ ഒരു അഹങ്കാരിയായിരുന്നു എന്നുള്ള ഒരു ചിന്ത, ആ രീതി കളിയാക്കുന്നൊക്കെ ഉള്ളൊരു പേടിയും, പിന്നെ തിരിച്ച് നേരെ നടക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയൊക്കെ. എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ ആ 8 മാസം എൻ്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആയിരുന്നു. ആ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം 1987 ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ജോൺ, 86 തൊട്ട് 87 വരെയായിരുന്നു എൻ്റെ അച്ഛൻ ധനകാര്യമന്ത്രിയായിരുന്നു. അപ്പം പിന്നെയും അഹങ്കാരത്തിന് കുറയ്ക്കേണ്ട യാതൊരു കാര്യമൊന്നുമില്ല. കാരണം അച്ഛൻ ധനകാര്യമന്ത്രിയാണ്, വീട്ടിൽ ആവശ്യത്തിന് പണമുണ്ട്. അച്ഛൻ്റെ വലിയച്ഛനാണ്, വളരെയധികം വലിയൊരു ഭൂജന്മിയായിരുന്നു, അതിൻ്റെ വക വേറെ കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ വളരെ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1987 അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുന്നത്, കോൺഗ്രസ് പാർട്ടി നിഷേധിക്കുന്നത്. പ്ലേഡ് കമ്പനിക്കാർക്കെതിരായിട്ട് നടപടിയെടുക്കുകയും സഹകരണ പ്രസ്ഥാനം വലുതാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പലർക്കും അത് ഭീഷണിയായിട്ട് തോന്നി. അദ്ദേഹം ഒരു പക്ഷേ അടുത്ത മുഖ്യമന്ത്രി വരെ ആയേക്കും എന്നൊക്കെ ഉള്ളൊരു MLA-മാർ അത്രയും സപ്പോർട്ടും ഒക്കെ ഉണ്ട്. അന്ന് കോൺഗ്രസ് എയിൽ നിൽക്കുന്ന പിന്നെ AUIയും കൂടെ ചേർന്ന ഒരു സമയമാണ്. 87 സീറ്റ് നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ ബ്ലേഡ് കമ്പനിക്കാരെയൊക്കെ ഒതുക്കി സഹകരണ പ്രസ്ഥാനമൊക്കെ ചെയ്യാൻ പോയ ഒരാൾക്ക് സീറ്റ് നിഷേധിക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരു ചിന്തയുണ്ടായി. അന്ന് ഞാൻ കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കവിടെ പാർട്ടി ഒന്നുമില്ല. ഷിബു ഉണ്ട്, ഷിബുവിന്റെ നേതൃത്വത്തിൽ, ഷിബു ബേബിജോന്റെ നേതൃത്വത്തിൽ പൃഥ്വിഷ എന്ന് പറഞ്ഞൊരു പാർട്ടിയും, കുറച്ച് എന്നാൽ SFI അനുഭാവികളായിട്ടുള്ളവരുടെ റാഷണൽസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയും ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ല, ഞങ്ങൾ വളരെ മാന്യമായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഈ റാഷണൽസ് 87 മറ്റോ കംപ്ലീറ്റ് ആയിട്ട് അധികാരം പിടിച്ചെടുത്തതിന് ശേഷം പറഞ്ഞ് ഇനിയും തൊട്ട് ഞങ്ങളുടെ SFI യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം അത് എനിക്ക് എപ്പോഴും ഈ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിട്ട് അതൊരു, ഞാൻ എത്രയോ SFIക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളെയൊക്കെ വഞ്ചിച്ചെന്ന് വരികയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ 5-6 പേരെ കിട്ടിയിട്ടുള്ളൂ. 5-6 പേര് ചേർന്ന് KSU ഉണ്ടാക്കി. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി വലിയ പ്രയാസം, ഈ രാഷ്ട്രീയം കൊണ്ട് നടക്കാനായിട്ട് വലിയ പ്രയാസമാണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ അതിനുശേഷം ഞാൻ ഇറങ്ങിയതിനു ശേഷം KSU അവിടെ യൂണിറ്റ് പ്രസിഡന്റും ഒക്കെ ഉണ്ടാവുകയൊക്കെ തല്ലുകൊള്ളേണ്ടി വന്നില്ല, പക്ഷെ സമരം ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് PT തോമസുമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് PT എനിക്കൊരു വലിയൊരു ആരാധനയുള്ള, അന്നും ഇന്നും പിന്നീടും ഒക്കെ അപ്പൊ ആ 0+0+2 428 എന്ന് പറയുന്ന മാർക്ക് തിരുത്തിയ കേസിനകത്ത് PTയും PS ഹരീന്ദ്രനാഥും ഒക്കെ അന്ന് KSUവിൽ അവർ നിന്ന് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കിടക്കുന്നത്, ഞാൻ മാറിവനസിൽ പഠിക്കുകയാണ്, ഞങ്ങൾ വന്ന് സ്ഥിരമായിട്ട് വന്ന് കിടക്കും. അങ്ങനെ എനിക്ക് രാഷ്ട്രീയം എന്നുള്ളതല്ല, അതല്ലേ ഒരു രാഷ്ട്രീയ മാർഗം എന്നുള്ളതല്ല. പക്ഷെ ഞാൻ ജോൺ ആദ്യം പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരാം. ഒരു മന്ത്രിപുത്രൻ എന്നുള്ള നിലയിൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം ആളുകളുടെ അവജ്ഞ ഞാൻ കാണുന്നുണ്ട്. പിന്നെ എൻ്റെ അച്ഛന് എൻ്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ അച്ഛനെ പറ്റിക്കാൻ എളുപ്പമാണ്. അദ്ദേഹത്തിനെ പറ്റിക്കുക എന്ന് പറയുന്നത് വളരെ കൊച്ചു കുഞ്ഞുങ്ങളെ പറ്റിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ചുറ്റിനും ഒരു പ്രഭാവനയും ഒരു ആൾക്കാർ തീർത്തിട്ട് ഞങ്ങളെ അകറ്റുകയായിരുന്നു. ഞങ്ങളെ, പ്രത്യേകിച്ച് എന്നെ പറ്റി. എൻ്റെ ഫ്രണ്ട് വേറൊരു ജോണ് 1986 എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ച സമയത്ത് തിരുവനന്തപുരത്തേക്ക് ഒരു വണ്ടി പോകുന്നതെന്നറിഞ്ഞ് ജോൺ ആ വണ്ടിക്കകത്ത് കയറി. ജോൺ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എടോ നിന്നെ പറ്റിയാണ് അവർ ഇവിടം വരെ തിരുവനന്തപുരം വരെ സംസാരിച്ചത്. ഞാൻ ഭയങ്കര മോശക്കാരനാണെന്നും ആ തച്ചറിയുടെ ഏറ്റവും വലിയ ശാപം ഈ മകനാണെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ തന്നെ എനിക്കല്ലേ അറിയാവുന്നത്, എന്തുകൊണ്ട് അവർ പറയുന്നത്. അപ്പം കുറച്ചു പേര് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ വലിയ പ്രശ്നക്കാരനാണ്, അപ്പം നമുക്ക് ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതില്ല, ഈ ബൈക്ക് അങ്ങനെയുള്ള തച്ചരി പ്രഭാകരനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ മകനെ പറ്റി, പ്രത്യേകിച്ച് മൂത്ത മകനെ പറ്റി 10 കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രശംസിച്ച ആൾക്കാര് കാര്യം സാധിക്കും. അല്ല, ഇവിടെ അത് ഞങ്ങൾ തമ്മിൽ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് ഉണ്ട്. അത് തുടങ്ങാൻ കാര്യം എന്ന് വെച്ചാൽ പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ മാറിവാനിസിലാണ് പഠിച്ചത്. എൻ്റെ പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിക്കാനോ ഒരു സിനിമയ്ക്ക് പോകാനൊക്കെ ഉള്ളൊരു പോക്കറ്റ് മണി എന്നുള്ള നിലയിൽ 100 രൂപ ഫാദർ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ തരും. അതാണ് നമ്മുടെ ഒരു ഇന്ധനം. അപ്പൊ അതിനായിട്ട് ഞാൻ ബൈക്കുമായിട്ട് സൈക്കിളുമായിട്ട് മാറിവാനിസ് കുന്നു മൊത്തം ഇറങ്ങി വഴുതക്കാട്ടുള്ള അദ്ദേഹത്തിന്റെ അന്ന് കാരഫട്ടിന്റെ ഒരു ലൈസൻസ് ഓഫീസും ഗസ്റ്റ് ഹൗസും ഉണ്ട് അവിടെ വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ അടുത്ത് ഒരു 100 പേര് വിളിച്ചു പറഞ്ഞിരിക്കും, ഇയാള് മാറിവാനിച്ച് വലിയ പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നെ പറ്റിയുള്ള കേസ് കെട്ടുകൾ ആണ്. അപ്പം ഞങ്ങൾ ഞായറാഴ്ചയൊക്കെ സ്വിമ്മിംഗ് പൂളിൽ വന്ന്
അർമാദിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അതൊന്നും അത് ഒരു ചെറുപ്പക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലാതൊന്നും അതിനപ്പുറത്ത് ഡ്രഗ്സിലോക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു സ്ത്രീയെ പറ്റിയോ ഒരു പെൺകുട്ടിയെ പറ്റിയോ ഞാൻ മോശമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടെന്നുള്ളത് പോലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ പഠിച്ച കാലത്തൊന്നുമില്ലല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള അർമാദിക്കലൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വന്നു കഴിയുമ്പം പുള്ളി ഒരു അജാനബാഹുവായിട്ടുള്ളൊരു മനുഷ്യനാണ്. നല്ലപോലെ അടിക്കുമായിരുന്നു ആ ഏജില്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് തലയ്ക്ക് ഭ്രാന്തല്ലേ. ഞാൻ സൈക്കിൾ എടുത്തിട്ട് അവിടുന്ന് സൈക്കിൾ എടുത്ത് ഞാൻ 5-6 കിലോമീറ്റർ ചവിട്ടി ഇവിടെ വന്ന് അടിയും കൊണ്ടിട്ട് തിരിച്ച് 100 രൂപയും തരും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി 100 രൂപ എന്റെ ജീവിതം മാറ്റിയതാണ്. ഈ 100 രൂപയ്ക്ക് വേണ്ടി പോയി അടി കൊള്ളേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ, അന്ന് എഞ്ചിനീയറിംഗ് സ്കിൽസ് ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ ധന്യ രമ്യ തിയേറ്റർ ആദ്യമായിട്ട് വരുമ്പോൾ 25 ടിക്കറ്റ് മുൻകൂറായിട്ട് ബുക്ക് ചെയ്തിട്ട് അന്നത്തെ ദിവസം രാവിലെ 10 രൂപ മാർജിൻ ഇട്ട് വിൽക്കുകയും ചെയ്തു. കള്ള ടിക്കറ്റ് വരെ വിറ്റു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതിനൊക്കെ വെറുതെ അവിടെ വരെ പോയി അടിയും കൊണ്ട് 100 രൂപ വാങ്ങിക്കേണ്ട, അതിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടും. അതെന്നെ ജീവിതത്തിൽ ഒരു വലിയ പാഠമായിരുന്നു, സ്വന്തം കാലം നിൽക്കുക. അതിനുശേഷം ഞാൻ ഭാഗം ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതിയിട്ടാണ് ട്രാവൻകൂർ മെറിറ്റിലാണ് കയറിയത്. അതേ മാനസികാവസ്ഥയിലാണോ പോയത്? അതെ അതെ അതെ, പുള്ളിയുടെ അവസാന കാലം ഒഴിച്ച്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സാധാരണ ഒരു രാഷ്ട്രീയക്കാരന്റെ മകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ അതല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലോ ഉണ്ട്. ഞാനന്ന് IAS എഴുതണമെന്നൊക്കെ ഒരു വലിയ ആഗ്രഹത്തിലും അതിനേക്കാൾ ഉപരിയാണ് അദ്ദേഹത്തിന്റെ ചെലവിൽ നിൽക്കരുതെന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് എഞ്ചിനീയറിംഗ് ഡിഗ്രി കിട്ടുന്നതിന് മുമ്പ് തന്നെ ബോംബെ പോയി. പക്ഷെ അവിടെ ചെന്നൊരു 2.5 മാസത്തോളം ഞാൻ വിചാരിച്ചു ബോംബെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോലി കിട്ടുമെന്ന് വിചാരിച്ചാൽ പോയത്. 2.5 മാസത്തോളം ജോലി ഇല്ലാതെ നടന്നു. കയ്യിലുള്ള പൈസ തീർന്നു. എൻ്റെ ആത്മാഭിമാനം അനുസരിച്ച് പുള്ളിയുടെ ഞാൻ പൈസ ചോദിക്കത്തില്ല. പുള്ളിയായിട്ട് ഞാൻ അമ്മയുമായിട്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലത്തിൽ ഞങ്ങൾ കുടുംബമായിട്ടൊക്കെ തന്നെ പുള്ളിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അതൊക്കെ കാര്യങ്ങൾക്കാർക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഒരു 2.5 മാസത്തോളം ജോലി ഇല്ലാതെ കഴിഞ്ഞപ്പോൾ ഈ ധന്യ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഇപ്പം കേരളത്തിലുടനീളം കാണാം, പ്രത്യേകിച്ച് നമ്മുടെ ട്രാവൻകൂർ ഏരിയ. അപ്പൊ മോഹൻദാസ് അങ്കിള് പുള്ളിയുടെ ഫ്രണ്ടാണ്. എൻ്റെ ഈ ഗതികേട് കണ്ടിട്ട് പുള്ളി പറഞ്ഞു, ഏത് മോഹൻദാസ്? ഈ ധന്യ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥൻ. അപ്പൊ അദ്ദേഹം എൻ്റെ ഈ ഗതികേട് കണ്ട് ജോലിയില്ല, കയ്യിലെ പൈസയും തീർന്നു. ചില ദിവസങ്ങളിൽ എൻ്റെ ആന്റിയുടെ കൂടെ, എൻ്റെ അച്ഛൻ്റെ ഒരു ഫസ്റ്റ് കസിൻ പെങ്ങളുടെ കൂടെ താമസിക്കുന്നത്. അപ്പൊ അതൊരു സുഖമില്ലാത്ത ഒരു രീതിയിലേക്ക് പോയപ്പോൾ ഞാൻ YMCയിലേക്ക് മാറി, കൊളാബിയയിലേക്ക്. അപ്പൊ അതിന് കൊടുക്കാനും പൈസ ഇല്ല. പിന്നെ അത് കൊടുത്ത് പൈസ അവിടുന്ന് കഴിക്കാനുള്ള പൈസയൊക്കെ മാത്രമേ ഉള്ളൂ. ജോലിയില്ല, കയ്യിലെ പൈസയും തീരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, നീ ഇങ്ങനെ ഇരിക്കണ്ട, നീ ഒരു എൻ്റെ ഒരു ചെറിയ ദാസൻ സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്, അവിടെ വന്നു പറഞ്ഞു. അതിൻ്റെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഒക്കെ നോക്കി 500 രൂപ പുള്ളി തരുമായിരുന്നു. അത് കാരണം എത്രയാകട്ടെ. പിന്നെ അതിനുശേഷം 1-2 കെമിക്കൽ ഫാക്ടറികളിലും ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 1.5 കൊല്ലത്തോളം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ജോലിയൊക്കെ കിട്ടി. എങ്കിലും എനിക്ക് അന്യനാട്ടിൽ പോയി നിൽക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അങ്ങനെ തിരിച്ചു വന്ന് ആലപ്പുഴയിലെ ഒരു കമ്പനിയിലെ കുറച്ച് നാളത്തേക്ക് മൊറാർജി കെമിക്കൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി ചെയ്തു. അതുപോലെ തന്നെ അതിനകത്തൊരു പ്രശ്നം പറ്റിയത്, 2 പ്രശ്നങ്ങൾ പറ്റി. ഒന്ന്, ഈ അന്ന് ക്യാരി ഓവർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബിസിനസ് ഒത്തിരി ഉണ്ട്. ഞാനും ഷാജി കൈലാസും എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് സ്ലോട്ടർ ടാപ്പിങ്ങിൽ കുറച്ച് പൈസ കിട്ടി. ഞാനും ഷാജി കൈലാസും വിനു കിരിയത്ത് എന്ന് പറയുന്ന ഇവരെല്ലാവരും കൂടെ അല്ല, ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. അപ്പൊ ഞാൻ അവരെല്ലാവരും കൂടെ പറഞ്ഞ് ഞങ്ങളൊരു സിനിമ നിർമ്മിക്കുകയാണ്, ചേരുന്നോന്ന് ചോദിച്ചു. അതിനകത്ത് ചേർന്നു. ആ പൈസയും പോയി. കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരം ഉണ്ടായിരുന്നു, അതും പോയി. ഞങ്ങൾ ചെങ്ങാതി ഫിലിംസ് ഒരു കൂടെയും കുഞ്ഞുമംഗളം എന്ന് പറഞ്ഞിട്ട് മുട്ടത്ത് വർക്കിയുടെ പിന്നീട് ഒരു സീരിയലായിട്ട് വന്നു. അപ്പൊ അങ്ങനെ കയ്യിലെ പൈസ എല്ലാം പോയി. പിന്നീട് കുറച്ച് പൈസ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വേറെ 1-2 സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ട്രാവൻകൂർ ക്ലേസ് ആൻഡ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി 6ാമത്തെ സെമസ്റ്റർ പഠിക്കുന്നുണ്ട്, അത് തുടങ്ങി. അതിനകത്തും പൈസ പോയി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എഞ്ചിനീയറിംഗ് തീരാറായി. അല്ലല്ല, ഇത് കോളേജ് പഠിക്കുന്ന സമയത്തുള്ള കാര്യമാണ്. സിനിമ പഠിക്കാൻ പോയത് കാലൊടിഞ്ഞ് കിടക്കുന്ന 3rd സെമസ്റ്ററിൽ പഠിക്കുന്ന സമയത്താണ് സിനിമ പഠിക്കാൻ പോയത്. അതിനകത്തുള്ള പൈസ സ്ലോട്ടർ ടാപ്പിംഗ് ഉണ്ട്. അതിനു മുമ്പ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്തുണ്ട്. അന്ന് തൊട്ടേ ഉണ്ട്. അതെവിടെ കിട്ടി?
അതല്ലേ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ ഈ അടികൊണ്ടതുകൂടി അങ്ങനെ വന്നാൽ മാറ്റം. അങ്ങനെ വന്ന മാറ്റമാണ്. ഇവിടം വരെ വന്ന് 100 രൂപയ്ക്ക് അടികൊള്ളേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും പൈസ ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായി. അങ്ങനെ സ്വന്തമായിട്ട് റിപ്പയറിങ്ങും ബാക്കിയുള്ള പരിപാടി ഞാൻ പറയല്ലോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരാൾ ശരിക്കും ബിസിനസ്സിലേക്കല്ല പോകേണ്ടിയിരുന്നത്. എങ്ങനെയാണ് ഈ സിവിൽ സർവീസിലേക്ക് വന്നത്? സിവിൽ സർവീസിലൊന്നും വരണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. സിവിൽ സർവീസിൽ അല്ല, ഇതിനിടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് സിവിൽ സർവീസ് കുട്ടിക്കാലത്ത് തന്നെ ഈ സിവിൽ സർവീസ് സ്വപ്നം കാണുകയും അതിനുവേണ്ടി പത്ര കട്ടിങ്ങുകളൊക്കെ എടുത്ത് വെക്കുകയും ചെയ്യുന്ന അതെങ്ങനെയാണ് അങ്ങനെ താല്പര്യം? സിവിൽ സർവീസ് അൾട്ടിമേറ്റ്ലി ഒരു ഡ്രീം ആണെങ്കിലും ഏതാണ്ട് 8ാം ക്ലാസ് തൊട്ടാണ് എനിക്ക് സീരിയസ് ആയിട്ട്. കാരണം വെച്ചാൽ ഞാൻ 10ാം ക്ലാസ് വരെ പഠിക്കുന്നതിനിടയിൽ 6 സ്കൂളിൽ പഠിച്ചു. മിക്കവാറും ഉള്ളിടത്തെല്ലാം പ്രോബ്ലം ആയിരുന്നു. ഇവിടെ ആര്യാസിന്റെ സ്കൂള് ഒരു പ്രോബ്ലം ചൈൽഡ് ആയിരുന്നു. അത് പറയാതിരിക്കാൻ നിർത്തിയില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് ഒരു 8ാം ക്ലാസ് പകുതി ആയപ്പോഴാണ് ഈ ബുദ്ധനൊക്കെ ബോധോദയം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളല്ല, പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ 8ാം ക്ലാസ്സിലെ മന്ദം മെമ്മോറിയൽ സ്കൂളിലേക്ക് ഫാദർ തന്നെ ഒരു അഡ്മിഷൻ വാങ്ങിച്ചു. അവിടെയും മിക്കവാറും ദിവസങ്ങളിലൊക്കെ എൻ്റെ കൂടെ പഠിക്കുന്നവർക്കും അവിടുത്തെ സാറന്മാരൊക്കെ പ്രായമുള്ളവരെ, അവരൊന്നും ജീവിച്ചിരിക്കാൻ വഴിയില്ല. അവർക്കൊക്കെ അറിയാം മിക്കവാറും ദിവസമൊക്കെ ഞാൻ ക്ലാസ്സിന് വെളിയിൽ ഇങ്ങനെ നിൽക്കും. അങ്ങനെയായിരുന്നു. എന്നാലും സ്കൂളിലെ 4ാമത്തെ റാങ്ക് 5ാമത്തെ റാങ്കാണ് എപ്പോഴും. ഹോസ്റ്റലിലെ ഫസ്റ്റ് റാങ്കുമാണ്. അപ്പം ഈ സിവിൽ സർവീസ് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. അച്ഛനോടൊപ്പം തന്നെ പഠിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ദൈവാധീനമാണ്. പരീക്ഷയ്ക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ടതില്ല, 2 ആഴ്ചത്തെ പഠിത്തുള്ളൂ. ബാക്കി ഇഷ്ടംപോലെ സമയം മിച്ചമുണ്ട്. ഈ ക്രിക്കറ്റ് കളിയും ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞാലും പിന്നെയും മിച്ചമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സമയത്താണ് സിവിൽ സർവീസ് ഉണ്ട്. ഇപ്പം സിവിൽ സർവീസ് അതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം. അതാണ് ജീവിതത്തിൽ എഴുതിയിട്ടുള്ള ഇപ്പം BTech, MBA, LLB, ഇപ്പം PhD, പിന്നെ കുറച്ചധികം സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിച്ചിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം പരീക്ഷ എഴുതത്തുള്ളൂ. ഒറ്റ പ്രാവശ്യം എഴുതി കഴിഞ്ഞ് ജയിക്കുകയും ചെയ്യും. അതുപോലെ ഒറ്റ പ്രാവശ്യം എഴുതി IAS കിട്ടുമെന്ന് വിചാരിച്ചു പോയി. അവിടാണ് ആദ്യത്തെ. അതുപോലെ സിമ്പിൾ എന്നുള്ളതല്ല, നമ്മൾ വിചാരിച്ച കുറച്ച് പഠിച്ചു. എത്രയോ കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷ തന്നെ 3ാമത്തെ റാങ്ക് കിട്ടി. പഠിച്ചത് കഷ്ടിച്ച് 1 മാസമാണ്. അതും വളരെ പ്രശ്നങ്ങൾ, ഗവൺമെന്റിൽ ഇരിക്കുന്ന സമയത്ത് വളരെ പ്രശ്നങ്ങളുടെ ഇടയിലാണ്. ഒറ്റ മാസമേ പഠിച്ചുള്ളൂ. മനോരമ ഇയർ ബുക്ക് ഉൾപ്പെടെ ഉള്ളതെല്ലാം എടുത്തു വെക്കുകയും പഴയ ക്വസ്റ്റ്യൻസ് എടുത്തു വെക്കുകയും പിന്നെ ആ IAS വേണ്ടി പഠിച്ച ആ ബാക്ക്ഗ്രൗണ്ട് കിട്ടുകയും ചെയ്തു. 3ാമത്തെ റാങ്കാണ് കിട്ടിയത്. KPS BSc പരീക്ഷയാണ്. അപ്പൊ അങ്ങനെ ഒരു കൂടുതൽ പഠിച്ചാലും കാര്യമൊന്നുമില്ല. എനിക്ക് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് എത്രയോ കാലം പഠിച്ചാലും നമ്മുടെ ഒരു ലെവലുണ്ട്. അത് ലാസ്റ്റ് പഠിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ എപ്പോഴും ഒരു പ്ലാൻ B ഉണ്ട്. ഞാൻ ഒരു മൾട്ടി ടാസ്കറാണ്. ഇപ്പൊ അറിയാമല്ലോ, ഞാൻ ഇരുന്ന ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റായിട്ട് ഒരു പണി മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമാണ്. ഒരു 5-6 ഡിപ്പാർട്ട്മെന്റെങ്കിലും ഇല്ലെങ്കിൽ ടു കീപ് മൈസെൽഫ് എൻഗേജ്ഡ്, അല്ലെങ്കിൽ പിന്നെ ഒരു ഉഴപ്പിപ്പോവും ഒരു ഡിപ്പാർട്ട്മെന്റൊക്കെ ആകുമ്പോൾ. അങ്ങനെയാണ് 2ാമത്തെ ഇതും ഫെയിലിയറായി. 3ാമത് അപ്പൊ ശരിക്കും ഒരു സിവിൽ സർവീസിന് വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുന്നവർക്ക് കിട്ടാറുണ്ട്. അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അന്ന് സിവിൽ സർവീസ് അല്ല. ഞാൻ അതിലേക്ക് വരാം. അപ്പം ഇവിടെ 2 ഇഷ്യൂസ് ഉണ്ടായി. അത് ജീവിതത്തിൽ പിന്നെയും ഒരു പ്രയാസം ഉണ്ടായത്. ഒന്ന്, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളവരെല്ലാവരും കൊച്ചിൻ റിഫൈനറീസ്, FACT, IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, HPCL തുടങ്ങിയ നവരത്ന കമ്പനികളിലെല്ലാം കയറി. അതിന് 65% കട്ട് ഓഫ് മാർക്കാണ്. എനിക്ക് 64.3% മാർക്ക്. അതില്ലാഞ്ഞിട്ടല്ല, ഈ കയ്യിലിരിപ്പ് കാരണം എല്ലാ പരീക്ഷയും ക്രിട്ടിക്കൽ ചാൻസിൽ എഴുതുന്നുണ്ട്. അന്ന് ഈ ക്യാരി ഓവർ സിസ്റ്റം അനുസരിച്ച് നിങ്ങൾ ക്രിട്ടിക്കൽ ചാൻസിൽ എഴുതുകയാണെങ്കിൽ 50% തരത്തുള്ള മാർക്ക്. അപ്പൊ എനിക്ക് മൊത്തം 74% മാർക്കുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ അങ്ങ് എന്താ നിരാശ തോന്നുന്ന ഒരു സമയമാണ്. ഈ 0.7% പകരം 65.1 ആയിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും റിഫൈനറിയിലോ, എന്നിട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ അത്രയും പഠിക്കാത്ത എത്രയോ പേര് റിഫൈനറീസിലും ഈ കമ്പനികളിലും ബാർക്കിലും ISROയിലും എല്ലാം കയറുമ്പോൾ എനിക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഞാൻ പിന്നെ 60% വരുന്ന പരീക്ഷ വെച്ച് ഞാൻ എഴുതിയപ്പോൾ LICയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഗെയിൽ ഗ്യാസ് അതോറിറ്റിയിലെ, അതുപോലെ തന്നെ കോൾ ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, ഇങ്ങനെ 4 കിട്ടി. അങ്ങനെയാണ് ഞാൻ. ഇതിനിടയിൽ ഇത്രയും ആൾക്കാർ പലയിടത്തും പോയപ്പോൾ എനിക്ക് വലിയ ലോകം കാണാൻ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഷിപ്പിൽ പോകാൻ നോക്കി. അപ്പം ഷിപ്പിൽ കെമിക്കൽ എഞ്ചിനീയേഴ്സിനെ എടുക്കുന്നത് കുറച്ച് പ്രയാസമാണ്. കെമിക്കലായിരുന്നു വിഷയം. അതും ഞാൻ ഇലക്ട്രോണിക്സ് ആണ്. ഞാൻ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഞാൻ ഈ എഞ്ചിനീയറിംഗിന് വരുന്നതിന് മുമ്പ് തന്നെ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. മാരിവാനിസിലും
അല്ലാത്ത സമയത്തും നാട്ടിലും ഒക്കെ തന്നെ. പക്ഷേ ഈ കെമിക്കൽ വന്നതോടുകൂടി എനിക്ക് യാതൊരു താല്പര്യമില്ലാത്തൊരു വിഷയവും കൂടെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിങ്ങിനകത്ത് അത്ര കാര്യമായിട്ടൊന്നും പഠിച്ചുമില്ല, കെമിക്കൽ എഞ്ചിനീയറിങ്ങിനകത്ത് പഠിച്ചതുമില്ല. എന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇരിക്കുന്നുണ്ടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛൻ്റെ പെങ്ങള് അവിടെ താമസിക്കുന്നു. അവരുടെ ഒരു റിലേറ്റീവ് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും ചേട്ടാ ഒന്ന് ഷിപ്പിൽ കയറണം, അല്ലെങ്കിൽ റിഫൈനറിയിൽ എവിടെയെങ്കിലും കിട്ടണം. കാരണം വെച്ചാൽ റിഫൈനറിയിലെ പൈസ ഉള്ളൂ, സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്, ആഹാരം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. ഒന്ന് മനസ്സിലാക്കണം, വീട്ടിൽ കാശുണ്ട്, പക്ഷെ നമുക്ക് വീട്ടിൽ കാശല്ല. അത് അവസാനമാണെന്നുണ്ട് 87-ലെ ഇലക്ഷൻ തോറ്റതിന് ശേഷം ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷയിച്ചു. അപ്പൊ ഈ ഫാദറിന്റെ ഉപദേഷ്ടാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇൻകം ടാക്സിനും മറ്റും കണക്ക് കൊടുക്കാനായിട്ട് ലോൺ എടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ വീട് ഉൾപ്പെടെ ലോണിലാണ്. അപ്പം എന്തിനാ പറയുന്നത്, 87-ലെ നയനാർ മന്ത്രിസഭ KSFBയിലെ പൈസ അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് ജപ്തി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കരിയിലക്കുളങ്ങര ജംഗ്ഷനിലെ ചെണ്ട കുട്ടി നാട്ടുകാരെ അറിയിച്ചു, മാർക്സിസ്റ്റ് പാർട്ടി. ശരി, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ബോംബെക്ക് പോകുന്നത്. എന്നിട്ട് ഈ എനിക്ക് എങ്ങനെയെങ്കിലും റിഫൈനറീസിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ ആന്റിയുടെ റിലേറ്റീവായിട്ടുള്ള ആൾ പറഞ്ഞു ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രമിച്ചിട്ട് എന്നിട്ട് സുഡാനിലോ അതുപോലുള്ള ഒരു രാജ്യത്താണ് ഒരു റിഫൈനറി ജോലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പലരും പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും, ചിലപ്പം അവിടുത്തെ ആഭ്യന്തര കലാപത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ പ്രയാസമായിട്ട് വരും. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം IAS പ്രിലിംസ് എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ സെൻറ്റർ മാറ്റി. അതിൻ്റെ കുറച്ചധികം കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. സേക്രഡ് ഹാർട്ട് തേവരയിലെങ്ങ ഉണ്ടായിരുന്നു സെൻറ്റർ വന്നതെന്ന് തോന്നുന്നു. അത് മാറ്റി ഞാൻ ഇങ്ങ് തിരിച്ചു പോരുകയായിരുന്നു 1990. തിരിച്ചു പോന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു കോള് വരുന്നു. അന്ന് ഇതുപോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. ആ കോള് വരുന്നു, റെഡി ആയിട്ടിരുന്നു. കുവൈറ്റ് ഓയിൽ കമ്പനിയിലാണ് ജോലി കിട്ടി. 540 കുവൈറ്റ് ദിനാർ. മനസ്സിലാക്കണം, അന്ന് 100-120-106 രൂപയാണ് ഒരു കുവൈറ്റ് ദിനാർ. 54,000 രൂപ. ആഹാരം കഴിക്കാത്ത എനിക്ക് 54,000 രൂപ കുവൈറ്റ് യുദ്ധം ഉണ്ടാകുന്ന നിക്ക് അവിടെയാണ് ട്വിസ്റ്റ്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു 35,000 രൂപയോളം വേണമെന്ന് പറഞ്ഞ് ഞാൻ അന്നേരം ഫാദറിനെയോ മദറിനെയോ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ അവിടെ ഒരു തിയേറ്ററുകാരനുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു തിയേറ്റർ ഉള്ളതുകൊണ്ട് അയാൾ വഴിയാണെന്നുണ്ട് കുറച്ച് പൈസ എല്ലാം സംഘടിപ്പിച്ച് ടിക്കറ്റിന് വേണ്ടി പൈസ അയക്കാനായിട്ടൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ കുവൈറ്റിനെ ഇറാഖ് കയറി ആക്രമിക്കുകയാണ്. ശരി, ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഈ ഒന്നുമില്ലാതെ നിന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് 54,000 രൂപയുടെ സാലറി വെച്ച് ഓഫർ ചെയ്തിട്ട് അതില്ലാതെ ഉണ്ടാകുന്ന വിഷമം ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ പക്ഷേ ഇന്നിപ്പോ തിരിഞ്ഞു നോക്കുമ്പോഴേ അന്ന് കുവൈറ്റിൽ പോകാതിരുന്നത് നന്നായെന്ന് തോന്നുന്നു. അല്ല, ഇതെല്ലാം ഞാൻ കാണുന്നത് ഞാൻ നന്നായോ ശരിയായോ ഇല്ലയോ എന്നുള്ളതല്ല. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു എന്നെ പദം വരുത്താൻ വേണ്ടിയുള്ള ഒരു വികൃതിയാണ് എന്നുള്ളതാണ്. ഈ അഹങ്കാരം കുറയ്ക്കണം. എന്നുവെച്ചാൽ ഏത് പരീക്ഷ എഴുതിയാലും ജയിക്കും, മനസ്സിലായില്ലേ? എന്ത് ചെയ്താലും വിജയിക്കും. അങ്ങനെയുള്ളിടത്തല്ലേ ഈ പരാജയങ്ങൾ കൊണ്ടുവരേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ഞാൻ പൈസയ്ക്ക് ജീവിതത്തിൽ അത്ര വലിയ വില കൽപ്പിച്ചിട്ടുമില്ല. അതാണ് ഈ ബിസിനസ് പരാജയപ്പെടാൻ ഒരു കാരണം. ആരെങ്കിലും ചോദിച്ചെടുത്ത് കൊടുക്കും, അതിനകത്താണ് തന്നെ തിരിച്ചു ചോദിക്കത്തില്ല. എന്തിനാ എൻ്റെ കയ്യെ കിടന്ന മദർ തന്നിട്ടുള്ള ഒരു മോതിരം ഉണ്ടാകും, അതുൾപ്പെടെയാണെന്നുണ്ട് ഒരുത്തിന് ഇപ്പം അത്യാവശ്യമാണ് ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞ് ആ മോതിരം കൊണ്ടുവന്ന് വയ്ക്കുകയും പിന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തില്ല, അതുൾപ്പെടെ പോയി. എന്നിട്ട് ഈ പാട്ടുകളൊക്കെ ഹിറ്റായി. തരംഗിണി സ്റ്റുഡിയോ ആയിരുന്നു, അതിനകത്ത് ഏതാണ്ട് 35,000, 40,000, 50,000 രൂപ കണ്ട് കിട്ടിയിട്ട് എനിക്ക് പാട്ട് എഴുതിയിരുന്നോ? അല്ല, ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ജെറി അമൃതേവ് ബിച്ചുത്തിരുമലയുടെ തൂക്കണാം ഗുരുവിയോ താമര പിരുന്നോ ചിത്രപാടി പാട്ട്, അതൊക്കെ വലിയ ഹിറ്റായി. തരംഗിണി സ്റ്റുഡിയോ ആയിരുന്നു. അതിനകത്ത് കണ്ടൊരു 6,000 രൂപ അന്ന് കണ്ട് കിട്ടിയായിരുന്നു. ഈ അടുത്ത കാലത്ത് ശ്രീ വിനൂക്കിരെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതിനകത്തൊരു 10,000 രൂപയുണ്ട്. തരംഗിണി എന്ന് ഏതാണ്ടിന്റെ ഏതൊരു റോയൽറ്റി ആരാണ്ട് അല്ല ആർക്കാണ്ട് ഒരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് കൊടുത്താൽ അവർ 25,000 രൂപ തരാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് പറ്റത്തില്ല, 40,000 രൂപ തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 4 പേരുണ്ട്, ഞാൻ, ബിജു പ്രഭാകർ, ഷാജി കൈലാസ്, പിന്നെ ഒരു ബിജു എന്ന് പറഞ്ഞ വേറൊരാളുണ്ട്. അങ്ങനെ 4 പേരുണ്ട്. ഞങ്ങൾക്ക് 40,000 രൂപ തരുവാണെന്നുണ്ട് കൊടുക്കാൻ. അങ്ങനെ സമ്മതിച്ചു ഇതിന്റെ റൈറ്റ്. അതുകൊണ്ട് 10,000 രൂപ ബിജുവിന്റെ അക്കൗണ്ടിലോട്ട് ഞാൻ ഇടുക, അക്കൗണ്ട് നമ്പർ ഇതാന്ന് പറഞ്ഞു വിളിച്ചു. അപ്പൊ അതിനകത്തൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഇതെനിക്ക് ഭയങ്കരമായിട്ട് നിരാശയുണ്ടായി. കാരണം വെച്ചാൽ ജീവിതം മാറാൻ പോകുന്നെന്ന് പറയുന്ന സമയത്താണ് ഇത് വരുന്നത്. പിന്നെ അങ്ങനെ നിരാശയായി. ആ സമയത്താണ് ഈ
ആലപ്പുഴയിലെ മൊറാർജി കെമിക്കൽസ് വരുന്നു. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ ലാറ്റിക്സ് വരുന്നു. ഹിന്ദുസ്ഥാൻ ലാറ്റിക്സ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ 2000 രൂപയാണ് ട്രെയിനിങ് എന്നുള്ള നിലയിൽ വരുന്നത്. ഈ 2000 രൂപ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് 10 ദിവസം 10 ആണെന്നുണ്ടെങ്കിൽ കഷ്ടിച്ച് കൊണ്ടുപോവാണ്. പിന്നെ അവിടെ ക്യാൻറ്റീൻ ഉള്ളതുകൊണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കും. അപ്പോഴും ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഫാദർ മിനിസ്റ്റർ ആയിട്ടിരുന്ന സമയത്തും എൻ്റെ ബുക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള തിരുവനന്തപുരത്തെ ഒരു പണിക്കരി സാർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഫ്രാറ്റിൻ്റെയൊക്കെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ IAS പിന്നെ രണ്ടാമത് എഴുതാതെ തരുന്നത് ഭയങ്കര ഇതായിപ്പോയി, ഞാൻ വേണേൽ നിന്നെ സ്പോൺസർ ചെയ്യാം, ഇത്രയും കഴിവുള്ള നീ എന്താ എഴുതാത്തത്. അപ്പം എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലിക്ക് കാരണം പട്ടിണിയാണ് പലപ്പോഴും. ശരി. ഈ 2000 രൂപ കിട്ടിയിട്ടും പട്ടിണിയാണ്. അല്ലാതെ ജോലിക്ക് കയറുന്ന മുമ്പത്തെ കാര്യമാണ്. അല്ല, ഹിന്ദുസ്ഥാൻ ലാറ്റിക്സ് ട്രെയിനിങ് ആയിട്ട് കയറുന്നുണ്ട്. 2000 രൂപ എന്ന് പറയുന്നത് 1800 രൂപ കിട്ടത്തുള്ളൂ. 200 രൂപ ഈ PF ബാക്കിയായിട്ട് പോകും. എൻ്റെ സ്റ്റൈൽ അനുസരിച്ച് ആ കിട്ടുമ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഭക്ഷണം കഴിക്കുക. അപ്പം തന്നെ ഒരു 600 രൂപ അല്ലെങ്കിൽ 500 രൂപയോ ആദ്യത്തെ 2 ദിവസം കൊണ്ട് തീരും. പിന്നെ ബാക്കിയുള്ള ചിലവെല്ലാം വെച്ച് കഴിഞ്ഞാൽ 10-ാം തീയതിക്ക് അപ്പുറം പോകത്തില്ല. അതായിരുന്നു സ്ഥിതി. അതിൻ്റെ കൂടെ തിരുമലയിലുള്ള ഇപ്പം ഞാൻ താമസിക്കുന്ന വീട് 1983 തുടങ്ങിയതാണ്. അതുപോലെ എന്ന് വെച്ചാൽ ഞങ്ങൾ സാമ്പത്തികമായിട്ട് തകർന്നു. ടു പുട്ട് എ ലോങ് സ്റ്റോറി ഷോർട്ട്, 2000 ഫാദർ മരിക്കുമ്പം മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൻ്റെ മാത്രമല്ല, ഈ അനിയന്മാർക്ക് ജോലിയില്ലായിരുന്നു. അനിയന്മാർക്ക് ജോലിയില്ല. നേരെ ഇളയ അനിയൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല, അവന് ജോലിയില്ല, വരുമാനമില്ല. ഏറ്റവും ഇളയ അനിയൻ ഊട്ടിയിലാണ് പഠിച്ചത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൽ അവനിപ്പം ഫസ്റ്റ് പോസ്റ്റിൻ്റെ ചീഫ് കണ്ടന്റ് ഓഫീസറാണ്. എക്കണോമിക് ടൈംസ്, ഹിന്ദുസ്ഥാൻ ടൈംസിലൊക്കെ സീനിയർ ജേർണലിസ്റ്റാണ്. അപ്പം അങ്ങനെ ഒരൊറ്റ വസ്തു വിൽക്കാൻ പറ്റത്തില്ല. എല്ലാ വസ്തുവിനകത്തും ലോണുണ്ട്, വീട് ഉൾപ്പെടെ. അപ്പം അങ്ങനെ ഒരു വല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. ഫാദർ മരിക്കുമ്പോഴും ഒക്കെയാണ്. അപ്പം നമുക്ക് ഈ ഹിന്ദുസ്ഥാൻ ലാറ്റിക്സിൽ നിന്ന് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ജീവിക്കണ്ടേ. നമുക്കിപ്പം പോയിട്ട് ഒരു വണ്ടിയില്ലാതെ ബസ്സിൽ കയറി പോകാൻ പറ്റത്തില്ല, അങ്ങനെ ശീലിച്ചിട്ടില്ല.